ഒരു രക്ഷയില്ല. നമുക്ക് അതിനകത്തോട്ട് പോയേക്കാം. വാ, നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് അതിനകത്തോട്ട് പോയേക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശ്വേതാസ് കിച്ചൻ ക്യാൻവാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സിമ്പിളായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ. അതിൽ ഒരു 5 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന പാല്, മുട്ട, ബ്രെഡ് ക്രംസ്, പിന്നെ വനില എസൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിനകത്തോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ബ്രെഡ് പുഡിങ്ങിന് ഷുഗർ കാരമലൈസ് ചെയ്യാം. അതിന് ഒരു 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ഇടാം. പൗഡേർഡ് ഷുഗറാണ് ഇതിന് നല്ലത്, കാരണം അത് പെട്ടെന്ന് കാരമലൈസ് ആകും. കാരമലൈസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിക്കാം. ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പാത്രം പതുക്കെ ഒന്ന് പൊക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ആവി ഒത്തിരി മേലോട്ട് വന്ന് നമുക്ക് ഒന്ന് പൊള്ളും. ഇനി കുറച്ച് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റാൻ തുടങ്ങുമ്പോൾ തീ ഓഫാക്കാം. ഇത് പുഡിംഗ് മോൾഡിലേക്ക് ഒഴിക്കാം. ഇതെല്ലാ വശത്തോട്ടും ഒന്ന് വരണം, എന്നിട്ട് തണുക്കാൻ വയ്ക്കാം. ഇത് 1.5 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് പൗഡറാക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് തണുത്തതാണേലും കുഴപ്പമില്ല. ഫ്രിഡ്ജിലിരുന്ന മുട്ടയാണേലും കുഴപ്പമില്ല. ഇതിലോട്ട് 1/4 ടീസ്പൂൺ വനില എസൻസ് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വനില എസൻസ് ഒഴിക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് മാറിക്കിട്ടും. ഇതിലോട്ട് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അത് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം. പാല് തണുത്തതാണേലും കുഴപ്പമില്ല, അതുപോലെ പച്ചപ്പാലാണേലും കുഴപ്പമില്ല, കാരണം ഇതിന് സ്റ്റീം ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്, കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് 8 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ഇടാം. ഈ ഷുഗർ പൗഡറായിട്ടുള്ളത് തന്നെ വേണം, കാരണം അത് നന്നായിട്ട് പെട്ടെന്ന് അലിഞ്ഞു ചേരാനായിട്ടാണ്. ഇതിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് എടുത്ത് ഇടുക. അതും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും കട്ട പാടില്ല. ഇനി ഇത് തണുത്ത് വെച്ചിരിക്കുന്ന കാരമലൈസിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. എൻ്റെ ഈ
സ്റ്റീം ചെയ്യാനിരിക്കുന്ന ബൗള് ചെറുതായതിനാൽ 2 ബാച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് സ്റ്റീം ചെയ്യാം. സ്റ്റീമറിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബൗൾ വെക്കാം. ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യണം, കാരണം അതിലോട്ട് വെള്ളം ആവി അടിച്ച് വീഴാതിരിക്കാനാണ്. ഈ ഫോയിൽ പേപ്പറിൽ ടൂത്ത് പിക്ക് കൊണ്ട് ഒരു 2-3 ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 25 മിനിറ്റ് സ്റ്റീം ചെയ്യാം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് വെന്തെന്നറിയുന്നതിന് ഇതിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആ മിക്സ് പറ്റാതിരിക്കണം. ഇനി ഒന്ന് നന്നായി തണുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് ഫ്രീസറിൽ വയ്ക്കരുത്. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബ്രെഡ് പുഡിങ് റെഡിയായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.